Good morning. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓഡിറ്റ് ആയിരുന്നു അല്ലെ? ഓഡിറ്റ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഓഡിറ്റ് എന്താണ്? എന്താ ഓഡിറ്റ്? നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്? അല്ലെ, നമ്മൾ പറഞ്ഞ വരവ് ചെലവ് കണക്കുകൾ അതുപോലെ തന്നെയാണ് എന്ത്, ഓരോ ഹോസ്പിറ്റലിനും ഓരോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിലോട്ട് അവർ എത്തുന്നുണ്ടോ? ചിലപ്പോൾ കൊടുക്കുന്ന പേഷ്യന്റ് കെയറിലായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സേഫ്റ്റി അല്ലെ, പേഷ്യൻസിനെ ലഭിക്കുന്നുണ്ടോ ഹോസ്പിറ്റലുകളിൽ നിന്ന്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ പഠിക്കും. ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിൽ എത്താൻ പറ്റുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്ന ഒരു രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വൈ ഓഡിറ്റ്. വൈ ഓഡിറ്റ് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്? എന്താണ്? സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. എന്താണ് ഡാറ്റ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. ഓക്കെ, എന്താണ് ഈ സ്റ്റാഫുകളുടെ ആയാലും ഓർഗനൈസറിന്റെ ഹോസ്പിറ്റലിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേരുടെയും എന്താണ്, ഹോസ്പിറ്റലിന്റെ ആയിക്കോട്ടെ ഓർഗനൈസറിന്റെ ആയിക്കോട്ടെ അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിന്റെയും റെപ്യൂട്ടേഷൻ അല്ലെ, പദവി നിലനിർത്താൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എന്താണ്, ആ സ്റ്റാൻഡേർഡിലോട്ട് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്റ്റാൻഡേർഡിലാണെങ്കിൽ നമുക്ക് എന്താണ്, സമൂഹത്തില് ആ ഹോസ്പിറ്റൽ നല്ല നിലവാരത്തിലാണ് പോകുന്നത് അല്ലെ, സമൂഹത്തിന്റെ ഇടയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ റെപ്യൂട്ടേഷൻ പദവി നിലനിർത്താനായിട്ട് ഓഡിറ്റോറിയൽ സഹായിക്കുന്നുണ്ട്. ഡിഫെൻഡ് കറന്റ് ആൻഡ് ഫെയിലിയർ ഫണ്ടിങ്, ഫ്യൂച്ചർ ഫണ്ടിങ്. ഡിഫെൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ് എന്താണ്, ഇപ്പോ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴുള്ളതും അതുപോലെ തന്നെ ഭാവിയിൽ അല്ലെ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും വരാൻ പോകുന്ന ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോ പ്രോഫിറ്റ് ആണോ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ലോസ് ആണോ സംഭവിച്ചിട്ടുള്ളത് എന്നും ഓഡിറ്റ് നടത്തുന്നതിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഭാവിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്തോരം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. റിഫൈൻ ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി നമുക്ക് നിലനിർത്താനായിട്ട് അല്ലെ, ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ടും ഓരോ സർവീസുമായിട്ട് ബന്ധപ്പെട്ടും നല്ല രീതിയിൽ ക്വാളിറ്റി നിലനിർത്താനായിട്ട് ഈ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. ഇനി എന്തെങ്കിലും അവിടെ കൊടുക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇൻസ്പയർ ടീം വർക്ക്. എന്താണ്, ഡോക്ടേഴ്സ് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും അല്ലെ, നോൺ മെഡിക്കൽ സ്റ്റാഫുകളാവാം, മെഡിക്കൽ സ്റ്റാഫുകള്, ഡോക്ടേഴ്സ്, അതുപോലെ നഴ്സുമാര്, എല്ലാ സ്റ്റാഫുകളും കൂടി ചേർന്നുകൊണ്ട് ഒരു ടീം വർക്ക് ആയിട്ട് ജോലി നമുക്ക് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു ടീം വർക്ക് ആയിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഹോസ്പിറ്റലുകളിൽ സാധിക്കുന്നുണ്ട് ഓഡിറ്റിലൂടെ. ഇംപ്രൂവ് പേഷ്യന്റ് കെയർ. നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെ, നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് എവിടെയെങ്കിലും വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ടും എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ അതൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് ഓഡിറ്റിലൂടെ സാധിക്കുന്നു. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെ, നമുക്ക് പീരിയോഡിക്കലി നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, became necessary for the meeting litigations under CPA. CPA എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ പ്രോഗ്രാം അപ്രോച്ച് കേട്ടോ, കെയർ പ്രോഗ്രാം അപ്രോച്ച്. ഇവിടെ പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ CPA വെച്ചിട്ടാണ് നമ്മൾ ഒത്തുതീർപ്പാക്കുന്നത്. അപ്പം ഓഡിറ്റ് നടത്തുന്നത് മൂലം അത് തീർപ്പാക്കാനായിട്ട് കംപ്ലൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർപ്പാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. തരം കാര്യങ്ങളാണ് വൈ ഓഡിറ്റിൽ പറയുന്നത്. സസ്റ്റെയിൻഡ് ഡാറ്റ ക്വാളിറ്റി, ഡിഫെൻഡ്. CPA എന്ന് പറഞ്ഞാല് കെയർ പ്രോഗ്രാം അപ്രോച്ച്.
defend the reputation of a staff, organizer, and hospital, defend the current and future funding, refine quality, useful for clinical improvement, inspire teamwork, improvement, improves patient care, financial benefit, necessary, become necessary for meeting litigation under CPA. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. The next important topic ആണ് audit may be internal or external. Internal audit ഉണ്ട്, external audit ഉണ്ട്. എന്താണ് internal audit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? An internal audit is an independent evaluation. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതണം. ഓക്കെ, ഓരോ ലെറ്റേഴ്സും അല്ലെങ്കിൽ ഓരോ പേരെയും വായിച്ചു പോകണം. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. Internal audit is an independent evaluation to provide a guarantee to the organization that its financial and operational controls are adequate. This procedure comprises organizational policies and procedures proportional to required complaints demand. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ഓർഗനൈസേഷന് ഗ്യാരണ്ടി നൽകുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഈ ഹോസ്പിറ്റലിലെ ഏത് തരം പ്രവർത്തനങ്ങളും എന്ത് പറയുന്നതാണ്, എക്കണോമിക് ആയിക്കോട്ടെ, അതുപോലെ ഫിനാൻഷ്യലി വരുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഏത് തരം പ്രവർത്തനങ്ങളായാലും ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓർഗനൈസേഷന്റെ ഉള്ളിലല്ലേ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക്, ഫിനാൻഷ്യൽ, ഓപ്പറേഷണൽ, ഏത് തരം ഡേ ടു ഡേ ആയാലും ഏതെടുത്ത് കഴിഞ്ഞാലും അത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകളായിരിക്കും. നിയമിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകളാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. അത് അവിടെ ഇല്ല, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം ആവശ്യമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷന് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. എന്തുമായിട്ടാണ്? ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ആയിക്കോട്ടെ, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന ഏത് തരം പ്രവർത്തനങ്ങള്, ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ എടുത്താലും എല്ലാത്തരം പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ഹോസ്പിറ്റലിലെ ഉള്ളിലുള്ള സ്റ്റാഫുകളാണ്. നിയമിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, അവരാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഓക്കെ, external audit are used to evaluate certain aspects of characteristics of a healthcare providing organizations against the specified standards. Accordingly, the implementation of an external audit needs an external standards and corporations from beyond the hospital, and this distinguish from internal audits. അപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ, അതായത് ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ഹോസ്പിറ്റലിന്റെ, ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. അതായത് ഒന്നുകൂടി പറഞ്ഞു തരാം, ഒന്നുകൂടി വായിക്കാട്ടോ, മിസ്സസ് ശ്രദ്ധിച്ച് കേൾക്കാം. ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകള്
വിലയിരുത്തുന്നു. അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് പല ഹോസ്പിറ്റലും അല്ലെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പൊ അങ്ങനെ പല ഹോസ്പിറ്റലുകളും പല ക്രൈറ്റീരിയകളാണ് ഫോളോ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾക്കും പല ക്രൈറ്റീരിയാസ് ആണ് അവര് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ്? പല ഹോസ്പിറ്റലുകളും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന് പുറത്തു നിന്നും ആളുകൾ വന്നിട്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ്, എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത് മനസ്സിലായോ? വായിച്ചോക്കെ. വായിച്ചു കഴിഞ്ഞാ പറയണേ. കേട്ടോ. ഇത്രയൊന്ന് വായിച്ചു നോക്കാട്ടോ. സ്ക്രീനെ പെട്ടെന്ന് പോയി. 1 മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയാലോ നമുക്ക്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ വായിച്ചു അല്ലെ. ഓക്കെ, മനസ്സിലായി. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. ഇനി ഓരോ ഓഡിറ്റും നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ്. ഓക്കെ, medical audit. Medical audit is defined as the assessment of medical care in
retrospect through scrutiny of medical records. Okay. അപ്പോ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പരിശോധന, മെഡിക്കൽ ഓഡിറ്റ് പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു. അതായത് ഈ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഈ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഓഡിറ്റ് നടത്തുന്നത്. മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷമായിരിക്കും ഡോക്ടർമാര് മുൻകാലയളവിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ നടത്തുന്നത്. മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് വിലയിരുത്തി അതിനുശേഷമാണ് ഡോക്ടർമാര് മുൻകാലയളവിൽ എങ്ങനെയാണ് വൈദ്യപരിചരണം നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പേഷ്യൻസിനെ എങ്ങനെയാണ് കെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആ ബേസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് പരിശോധിച്ച ശേഷം ഒരു ഹോസ്പിറ്റലിന് ഇപ്പോ മെഡിക്കൽ റെക്കോർഡ്സുകൾ 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിച്ച് അതിനുശേഷം ഡോക്ടർമാര് മുൻകാലയളവിൽ എങ്ങനെയാണ് പേഷ്യൻസ് കെയർ കൊടുത്തിരുന്നത് അല്ലെങ്കിൽ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് ദ പ്ലാൻഡ് അനാലിസിസ് പ്രോഗ്രാം വിച്ച് ക്ലിയർലി മോണിറ്റേഴ്സ് ആൻഡ് ഇവാലുവേറ്റ് ദ clinical performance of the practitioners recorded by qualified professional staff to identify, examine or verify the performance using the accepted criteria. And അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ചെയ്യുന്നത്? എല്ലാ പ്രാക്ടീഷണേഴ്സ്മാരും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനായിട്ട് എല്ലാ പ്രാക്ടീഷണേഴ്സിന്റെയും ക്ലിനിക്കൽ ആയിട്ടുള്ള കെയറിങ്, അവരെങ്ങനെയാണ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നത്, എങ്ങനെയാണ് രോഗികളെ കെയർ ചെയ്യുന്നത്, അത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാനായിട്ടും വിലയിരുത്താനായിട്ടും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ് എന്ത്, മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിയമിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ട്, അവരാണ് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്മാരുടെയും അതുപോലെ തന്നെ ക്ലിനിക്കൽ പ്രകടനം, അവരെങ്ങനെയാണ് രോഗികളെ പരിചരിക്കുന്നത്, അവരെങ്ങനെയാണ് രോഗികൾക്ക് കെയർ കൊടുക്കുന്നത്, അത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാനായിട്ടും ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും ഉള്ള ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ് ഇത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള സ്റ്റാഫിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ടാകും, അവരാണ് ഇത് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം, ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് covers all features of clinical care including that provided by nursing and the paramedical staff. അപ്പൊ എന്താണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സുമാര് അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അറിയാവുന്നവരാണ്. അപ്പൊ നഴ്സുമാരായാലും പാരാമെഡിക്കൽ സ്റ്റാഫുകളായാലും ഇവര് നൽകുന്ന ക്ലിനിക്കൽ കെയർ അതിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. അപ്പോ നഴ്സുമാരായാലും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും ആ പെർഫോമൻസ്, എങ്ങനെയാണ് അവർ നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്, എങ്ങനെയാണ് അവർ രോഗികളെ പരിചരിക്കുന്നത്, അങ്ങനെയുള്ള നഴ്സുമാരുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ക്ലിനിക്കൽ ഓഡിറ്റ് എ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ദാറ്റ് ട്രൈസ് ടു എൻഹാൻസ് ദ പേഷ്യന്റ് കെയർ എഫക്റ്റ് ത്രൂ സിസ്റ്റമാറ്റിക് അനാലിസിസ് of care of the health care team against the clear-cut criteria and the implementation of a change. അതുപോലെ തന്നെ എന്താണ് ഈ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് പ്രോസസ്, അതുപോലെ തന്നെ എൻഹാൻസ് പേഷ്യന്റ് കെയർ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ അനാലിസിസിലൂടെ നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം,
ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളും പേഷ്യന്റ് കെയർ വിലയിരുത്തേണ്ട കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ വിലയിരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഓഡിറ്റിലൂടെ സഹായകമാണ്. ഇനി നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് നോക്കിയേ? ഓർഗനൈസേഷണൽ ഓഡിറ്റ് means the investigation of a practice like appointment system, policies, practice, standards which are considered as primarily and administrative functions. അപ്പോ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങള്, അതുപോലെ തന്നെ പോളിസീസ്, പ്രാക്ടീസ്, ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസുകള് എന്നിവയെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഇവാലുവേഷൻ. ഓർഗനൈസേഷന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും, പോളിസീസ് ഉണ്ടാവും, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ്, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ നമ്മൾ വിലയിരുത്തുന്നതിനെയാണ് ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. 3 ഓഡിറ്റുകളാണ് നമ്മൾ നോക്കിയത്: മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷൻ ഓഡിറ്റ്. വായിച്ചു നോക്കാം കേട്ടോ. Okay. Next ആണ് methods used in audit. Okay. First method ആണ് direct observation, checklist, documentation, records, questionnaires, interviews, clinical cases review. Okay, observation, direct observation. അല്ലെ, നമ്മളൊരു ഓഡിറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ എടുത്തിട്ടാണ് ചിലപ്പോൾ എന്താണ് രോഗികൾക്ക് ഡോക്ടേഴ്സ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ആവാം, കെയർ ബേസ്ഡ് ആവാം. അപ്പൊ എന്തെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ എടുത്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവേഷൻ അല്ലെ, ഡയറക്റ്റ് ഒബ്സർവേഷൻ പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ റെഡിയാക്കി വെക്കണം. പല രേഖകൾ അല്ലെ, ഓരോ കാര്യങ്ങളും രേഖകളൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഓഡിറ്റ് നടത്താറുണ്ട്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, പേഷ്യൻസ് റെക്കോർഡ്സുകളാവാം, പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ് ആവാം, ഇവയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യനെയേഴ്സ്, നമ്മൾക്ക് സർവേ പോലുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യനെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്.
ഈ ക്വസ്റ്റ്യനേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂസും അങ്ങനെ തന്നെയാണ്. ധാരാളം ആളുകൾ ഇന്റർവ്യൂസ് നമ്മൾ നടത്തിയിട്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞ് അത് വിലയിരുത്തി അങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, റിപ്പോർട്ടുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ക്ലിനിക്കൽ കേസ് റിവ്യൂസ്. ഈ രോഗി പരിചരണം എങ്ങനെയാണ് നടത്തുന്നത്, പേഷ്യൻസിൽ നിന്നുള്ള ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓഡിറ്റ് നടത്തുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാം മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇന്റേണൽ, എക്സ്റ്റേണൽ, മെഡിക്കൽ, ക്ലിനിക്കൽ, ഓർഗനൈസേഷൻ ഓഡിറ്റ് കൃത്യമായിട്ട് വായിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ആണ് ഓരോ ഓഡിറ്റും. നെക്സ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. Types of clinical audit. Okay. First one ആണ് concurrent audit. Second one ആണ് retrospective audit. Concurrent audit എന്താണ്? Care is assessed at the time it is taking speed. Okay, take place എന്നാണ് കേട്ടോ അവിടെ. PDF കറക്റ്റ് ആണോ? നമ്മുടെ സ്ക്രീനിൽ തെറ്റുണ്ട്, അതാണ് പറഞ്ഞത്. Take place എന്നാക്കാം. Correct അല്ലേ? Okay. Care is assessed at the time it is take place. Okay. അപ്പൊ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. അതിനെയാണ് നമ്മൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പരിചരണം അത് നടക്കുന്ന സമയത്താണ് വിലയിരുത്തുന്നത്. അതായത് ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, പരിചരണം നടക്കുന്നു. ഓക്കെ, ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി മനസ്സിലായോ? ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, പരിചരണം നടക്കുന്നു, ആ സമയത്ത് വിലയിരുത്തുന്ന രീതിയാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് ബാങ്കിൽ പോയി കുറച്ച് പൈസ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്യൂ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് നമ്മുടെ നമ്പറായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പൈസ കൊടുത്തു. അവര് ഡെപ്പോസിറ്റ് പൈസ സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നത്. നമ്മൾ എത്ര രൂപ തന്നു എന്നുള്ളത്, ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നുണ്ട് അല്ലെ? ബാങ്കിൽ പോകുമ്പോ അങ്ങനെയല്ലേ? നമ്മൾ നിൽക്കുന്ന സമയത്ത് അല്ലെ, അവിടെ കൊടുക്കുന്ന സമയത്ത് അപ്പൊ തന്നെയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയി എത്തി അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ എൻ്റർ ചെയ്യാറ്? ഇല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പൈസ കൊടുക്കുമ്പോൾ തന്നെ അവർ ആ കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്നതും കൺകറന്റ് ഓഡിറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത് കൺകറന്റ് ഓഡിറ്റ് ആണ്. അപ്പൊ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, പരിചരണം നടക്കുന്നു, ആ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. പരിചരണം അത് നടക്കുന്ന സമയത്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. അതിനെയാണ് നമ്മൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. Care is rated after it has been completed through records. അപ്പൊ എന്താണ്? ഇപ്പോ നമ്മള് രേഖകൾ മുഖേന റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് വിലയിരുത്തുന്നത്. ഓക്കെ, ഓരോ കാര്യങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? രേഖകളെല്ലാം പൂർത്തിയാക്കി അതിനുശേഷമാണ് പരിചരണം, കെയർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മളെന്താ, ഒരു രോഗി വന്നു, ഹോസ്പിറ്റലിൽ കെയർ കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ റെക്കോർഡ്സും, ആ രോഗിയുടെ എല്ലാ റെക്കോർഡ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കി അതിനുശേഷമാണ് ഇവാലുവേറ്റ് ചെയ്തത്. ഇപ്പൊ നമുക്ക് ഒരു ഇൻഷുറൻസ് ക്ലെയിം, ഇൻഷുറൻസ് എങ്ങനെ ക്ലെയിം കിട്ടുന്നത്? അവർക്ക് രോഗി കിടന്ന ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും സബ്മിറ്റ് ചെയ്ത ശേഷമാണ് അല്ലെ ക്ലെയിം കിട്ടുന്നത്. നമുക്ക് ഇല്ലേ എത്ര എമൗണ്ട് ആണ് എന്നുള്ളത് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്ത ശേഷം, ഇതിന്റെ ബില്ലുകള് അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്ത ശേഷമാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ്? രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷം എല്ലാ കാര്യങ്ങളും കെയർ കൊടുത്തു, അതിനുശേഷം ആ റെക്കോർഡുകൾ കംപ്ലീറ്റ് ആക്കി അതിനുശേഷം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ്
നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കെയർ കൊടുത്ത ശേഷം റെക്കോർഡുകൾ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷമാണ് കെയർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ രണ്ട് ടൈപ്സുകൾ എന്ന് പറയുന്നത്. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ഇനി നെക്സ്റ്റ് നോക്കാം, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസ്. It is needful to obtain the baseline information through assessment of achievement. ഇവിടെ പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഫ്യൂച്ചറിലെ നേട്ടങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലെ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഫ്യൂച്ചർ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസസ്. അതുപോലെ തന്നെ എന്താണ്, ഈ സർവീസുകൾ അല്ലെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റെഗുലർലി in nature that ensure full and effective utilization of staff and facilities available. എന്താ പറയുന്നത്, ഈ ആവശ്യമനുസരിച്ച് അല്ലെ ആവശ്യത്തിനധികം സ്റ്റാഫുകളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾക്കും ഇപ്പോ കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ട്രീറ്റ്മെന്റുകൾ രോഗികൾക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവിടെയുള്ള സ്റ്റാഫുകളെ ആവശ്യമനുസരിച്ച് കൊണ്ട് അവരെ യൂസ് ചെയ്യാനായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. Evaluate effectiveness and efficiency of health programs and services put into practices. അവിടെ കൊടുക്കുന്ന സർവീസുകളും ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലും എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എന്താണ് എഫിഷ്യൻസി ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അവിടെ കൊടുക്കുന്ന ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലായാലും സർവീസുകളിലായാലും നമ്മുടെ ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, അവിടെ വരുന്ന ജനങ്ങൾക്ക് പല സർവീസുകളായാലും ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകളായാലും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നെറേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പെർഫോമൻസ്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോഴുള്ള അല്ലെ കറണ്ട് പ്രസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടോ, എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോഴുള്ള കറണ്ട് പ്രസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഒബിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ മാനദണ്ഡങ്ങള് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. റെക്കമെൻഡ്സ് വാട്ട് റിക്വയർഡ് ടു ബി ചേഞ്ച്. അതുപോലെ തന്നെ എന്ത് മാറ്റങ്ങളാണ് വേണ്ടത്, ഇനി എവിടേക്ക് മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ മാറ്റങ്ങൾ എവിടേക്ക് വരുത്തണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. helps to mobilize the resources to change. അതുപോലെ തന്നെ മാറ്റത്തിനായിട്ട് പല കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ, പല റെക്കോർഡ്സുകളായാലും പല ഇൻഫർമേഷൻസുകളായാലും നമ്മള് മാറ്റങ്ങൾക്ക് എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ പല റിസോഴ്സസുകൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. Appraises the past and modify the present പ്രോസസ്സ്. എന്താണ്, മുൻപത്തെ പരിചരണ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പാസ്റ്റിലെ ഹിയേഴ്സുകൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പ്രസന്റ് കാര്യങ്ങളില് ഇപ്പോ നമ്മൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മോഡിഫൈ വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
മൂന്നാമത്തെ പോയിന്റ് പറയണോ? It is a regularly in nature that ensure full and effective utilization of staffs and facilities available. അവിടെ പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ ഫലപ്രദമായിട്ടും അവിടെയുള്ള സ്റ്റാഫുകളെ ആവശ്യമനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് ആണ് പ്രീ റിക്വിസിറ്റ്സ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ ഓഡിറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. ആരൊക്കെയാണ് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉള്ളത്? ഓക്കെ, എന്താണ് നോക്കി? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. Hospital administration, chairman, officer in charge, member secretary, heads of department heads, head of different departments members. അപ്പോ ഈ കമ്മിറ്റിയിലുള്ളത് ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, അദ്ദേഹം ഇൻചാർജ് ആണല്ലേ, ഓഫീസർ ഇൻചാർജ് ആണ്, ചെയർമാൻ ഉണ്ടാവും, മെമ്പർ സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റിന്റെയൊക്കെ ഹെഡ്സുകൾ അല്ലെ, അവരുടെ ആ മെമ്പേഴ്സ് അവര് അടങ്ങുന്നതാണ്. ചെയർമാൻ ഉണ്ടാവും, മെമ്പർ സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സ് ഹെഡ്സുകൾ ഉണ്ടാവും, അവരടങ്ങുന്നതാണ് എന്ത്? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്.
ഇനി അതിന്റെ അടിയിൽ കൊടുത്തേക്കുന്ന പോയിന്റ് നോക്കിയേ, the committee is committee to meet once a month on fixed day. അപ്പൊ എന്താണ്, മാസത്തിൽ ഒരിക്കൽ ഒരു ഫിക്സഡ് ഡേ അവര് പറഞ്ഞിട്ടുണ്ടാവും. ആ ഫിക്സഡ് ഡേ എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്മിറ്റി അവര് കൂടുന്നുണ്ട്. മാസത്തിൽ ഒരിക്കല് once a month on fixed day. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാം. അപ്പൊ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും, ചെയർമാൻ, അതുപോലെ തന്നെ എന്താണ് മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡ്സ് അവരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് എന്താണ് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അവര് കൂടുന്നത് എങ്ങനെയാണ്, മാസത്തിൽ ഒരു ഫിക്സഡ് ഡേ പറഞ്ഞിട്ടുണ്ടാവും. ആ ഫിക്സഡ് ഡേ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മാസത്തിൽ ഒരു ദിവസം അവര് കൂടുന്നു. ഓക്കെ, ഇനി വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്, ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡാറ്റ. ഇത്രയും കാര്യങ്ങളാണ് എന്താ മെഡിക്കൽ റെക്കോർഡിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡിൽ അടങ്ങിയിട്ടുള്ളത് ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായിരിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഹോസ്പിറ്റലിന്റെ സ്ഥിതിവിവര കണക്കുകള്. ഓക്കെ, ഹോസ്പിറ്റലിലെ സ്ഥിതിവിവര കണക്കുകള്, ഹോസ്പിറ്റൽ റിസോഴ്സസുകള്, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, റിസോഴ്സുകള്. ഓക്കെ, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, എന്താണ് ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച കാര്യങ്ങള് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങള്, യൂട്ടിലൈസേഷൻ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച കാര്യങ്ങള്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ടാവും. ഇനി അഡ്മിഷൻ ഡാറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, എന്താണ് എത്ര പേര് വരുന്നുണ്ട് അല്ലെ, എത്ര പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ, അത്രയും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേര് വരുന്നുണ്ട്, എത്ര പേഷ്യൻസ് വരുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസുകൾ എല്ലാ കാര്യങ്ങളും അഡ്മിഷൻ ഡാറ്റയിൽ ഉണ്ടാവും. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റലിന്റെ സ്ഥിതിവിവര കണക്കുകള്, ഹോസ്പിറ്റൽസിനെ കുറിച്ചുള്ള വിവരങ്ങള്, അത് യൂസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങള്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഉണ്ടാവും. എത്ര പേഷ്യൻസ് വരുന്നു, അവരുടെ എല്ലാ ഡീറ്റെയിൽസുകളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ പറയുന്നുള്ളത് കേട്ടോ ഉള്ളത്. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ, ഒരു 6 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ നോക്കാം, preparing for audit, selecting criteria, measuring performance, making improvement, sustaining improvement, re-audit. Underline ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് എത്ര എണ്ണമാണുള്ളത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഏതാണ്, മൂന്നാമത്തെ ഏതാണ്, നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോ എന്താണെന്നുള്ളത് ഓർത്ത് വെച്ച് ആ സ്റ്റേജുകള് എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം കേട്ടോ. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, റീ ഓഡിറ്റ്. നെക്സ്റ്റ് നോക്കാം, ഫസ്റ്റ് സ്റ്റേജിൽ ഓരോ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു ഇതാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഓക്കെ, അതില് 5 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്, സെലക്ടിങ് എ ടോപ്പിക്. ഓക്കെ, ടോപ്പിക് ആദ്യം നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത് ഇല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഒബ്സർവേഷൻ മെത്തേഡ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് അതിനകത്ത് വരുന്നത് സെലക്ടിങ് എ ടോപ്പിക്. ഫസ്റ്റ് സ്റ്റേജിലെ ഫസ്റ്റ് പോയിന്റ് ആണ് സെലക്ടിങ് എ ടോപ്പിക്. രണ്ടാമത് വരുന്നത് എന്താണ്, പ്രയോറിറ്റൈസ് ഓഡിറ്റ്. പ്രയോറിറ്റൈസ് എന്താണ്, അതിന് മുൻഗണന കൊടുക്കുക. ഓക്കെ, പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക. അപ്പോ ആദ്യം ടോപ്പിക് സെലക്ട് ചെയ്തു, മുൻഗണന കൊടുത്തു. ഡിഫൈനിങ് ദ പർപ്പസ്, എന്തിനാണ് ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഡിഫൈനിങ് ദ പർപ്പസ്,
എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട പർപ്പസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി എന്താണ് പ്ലാനിങ് ഓഡിറ്റ്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യാം, ഓഡിറ്റ് പ്ലാൻ ചെയ്തു. യൂസേഴ്സ് ഇൻഫർമേഷൻ, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, ആളുകളിൽ നിന്ന് എന്ത് ചെയ്തു, ഇൻഫർമേഷൻസുകൾ അല്ലെ, വിവരങ്ങള് ശേഖരിച്ചു. ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻസ്, അവിടെ വരുന്ന പേഷ്യൻസിൽ നിന്ന് ഇൻഫർമേഷൻസ് സ്വീകരിക്കുന്നു. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ടിങ് എ ടോപ്പിക്, പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ്, ഡിഫൈനിങ് ദ പർപ്പസ്, പ്ലാനിങ് ഓഡിറ്റ്, യൂസേഴ്സ് ഇൻഫർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഡയഗ്രാം ആണ് കേട്ടോ. നെക്സ്റ്റ് അത് ഓരോന്നും എഴുതി വെച്ച് പഠിക്കാം കേട്ടോ. ഓരോന്നും ചിലപ്പോ ഇങ്ങനെ തന്നിട്ട് ചിലപ്പോ ഒരു കോളം വിട്ടിട്ട് ഒക്കെ ചോദിക്കാം. ഓക്കെ, ഇതിനകത്ത് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്, വിട്ട് പോയത് പൂരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടതാണ്, നമുക്ക് മാർക്ക് കളയാനായിട്ട് പാടില്ല. എന്താ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കാം. നെക്സ്റ്റ് ആണ് സ്റ്റേജ് 2 സെലക്ഷൻ ഓഫ് എ ക്രൈറ്റീരിയ. 3 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫൈനിങ് ക്രൈറ്റീരിയ. എന്താണ് നമ്മള് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡം അല്ലെ, എന്താണ് മാനദണ്ഡം എന്നുള്ളത് നമ്മള് ഡിഫൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വിഷയം നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത് അല്ലെ. അപ്പോ ചിലപ്പോ പേഷ്യന്റ് കെയർ ആവാം, ഡോക്ടേഴ്സ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതെന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വിഷയത്തെ എടുത്തിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്. പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം. ഏതെങ്കിലും വിഷയത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. പിന്നെന്താണ് സോഴ്സ് ഓഫ് എവിഡൻസ്. എവിഡൻസ് നമ്മൾ സ്വീകരിക്കണം അല്ലെ, ശേഖരിക്കണം. അപ്പൊ എങ്ങനെയാണ് ശേഖരിക്കേണ്ടത്, എന്തിൽ നിന്നൊക്കെ നമുക്ക് ശേഖരിക്കാൻ പറ്റും, എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയൊക്കെ എവിഡൻസുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എങ്ങനെയൊക്കെയാണ് ഓഡിറ്റ് നടത്തുന്നത്. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ, അവരുടെ 2 റെക്കോർഡ്സുകൾ എടുത്തിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഓർമ്മയില്ല? മെഡിക്കൽ റെക്കോർഡും അതുപോലെ തന്നെ പേഷ്യൻസ് രജിസ്റ്ററും ഇല്ലേ? മെഡിക്കൽ റെക്കോർഡ്സും അതുപോലെ തന്നെ പേഷ്യൻസ് രജിസ്റ്ററും എടുത്തിട്ടാണ് എവിഡൻസുകൾ അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസുകൾ നമ്മൾ ഇപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് എടുക്കാം, അതുപോലെ തന്നെ പേഷ്യൻസ് രജിസ്റ്ററിൽ നിന്ന് എടുക്കാം. അങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കാതിൽ നിന്ന്. ഇനി എന്താ അപ്രൈസിംഗ് ദ എവിഡൻസ്, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. 3 കാര്യങ്ങളാണ് പറയുന്നത്. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, എന്തൊക്കെയാണ് ഡിഫൈൻഡ് ക്രൈറ്റീരിയ, സോഴ്സ് ഓഫ് എവിഡൻസ്, അപ്രൈസിംഗ് ദ ഓഡിറ്റ്. അതുപോലെ തന്നെ സ്റ്റേജ് 3 പറയുന്നത് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. എന്താണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, പ്ലാനിങ്, ഡാറ്റ, എന്താ കളക്ഷൻ എന്നാണ് കേട്ടോ. അവിടെ പേജ് നമ്പർ ഇത് വന്നിരിക്കുന്നത് കാരണം, നമ്പർ വന്നിരിക്കുന്നത് കാരണം ക്ലിയർ ആവുന്നില്ല. പ്ലാനിങ്, ഡാറ്റ, കളക്ഷൻ. ഓക്കെ, ഡാറ്റ പ്ലാൻ ചെയ്തു, കളക്ട് ചെയ്യേണ്ട ഡാറ്റകളെ കുറിച്ചുള്ള പ്ലാൻ ചെയ്തു. മെത്തേഡ്സ് ഓഫ് കളക്ഷൻ, ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഡാറ്റ. 3 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാനിങ്, ഡാറ്റ കളക്ഷൻ, മെത്തേഡ്സ് ഓഫ് കളക്ഷൻ, ഹാൻഡ്ലിംഗ് ഡാറ്റ. ഓക്കെ, സ്റ്റേജ് 3 വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, 3 പിക്ചേഴ്സും പഠിക്കണം കറക്റ്റ് ആയിട്ട്.
അപ്രൈസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജി അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇത്ര വരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സ്റ്റേജ് 4 തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. Okay, thank you.